ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈടെക് തോട്ടിയാണ്. ഒരു വെറൈറ്റി ആയിട്ട് ഹൈടെക് തോട്ടിയാണ്. നമ്മുടെ ചാനലിൽ ആദ്യത്തെ വീഡിയോ തന്നെ ഒരു ഹൈടെക് തോട്ടിയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതുകൊണ്ട് അതിലേറെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് പറിക്കാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ ചിലവ് കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് പറിക്കാനുള്ള ഒരു ഹൈടെക് തോട്ടിയാണ്. ഇതെങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായ ഘടകം എന്ന് പറഞ്ഞാൽ ഒരു നെറ്റാണ്. നമുക്ക് ഷോപ്പിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നത് നെറ്റാണ്. അങ്ങനെ നെറ്റ് ഇതുപോലത്തെ ഒരു നെറ്റാണ് ആവശ്യപ്പെട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു വയർ കട്ടിംഗ് പ്ലെയർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് കട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ 2 കമ്പി പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 കമ്പി പീസ് എടുക്കണം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നെറ്റ് കെട്ടി റെഡിയാക്കാനാണ്. അതുപോലെ തന്നെ ഈ വാർപ്പിൻ്റെ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉടക്കാണ്. ഈ ഉടക്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായി കമ്പി ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലത്തെ ഒരു പൈപ്പ്, പിന്നെ ഇത്ര നീളമുള്ള ഒരു പൈപ്പാണ്. ഇതാണ് നമ്മൾ തോട്ടിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ കണക്റ്റ് ചെയ്താണ് കൊടുക്കുന്നത്. PVC പൈപ്പ്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ മോട്ടറിൻ്റെ വെള്ളം പൈപ്പ് ചെയ്യുന്ന പൈപ്പാണ്. കട്ടർ ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായി ചെയ്യുന്നത് ഇതുപോലെ അതും ഉള്ളിലേക്ക് ഈ രീതിയിൽ മടക്കി വെക്കുക. ഈ രീതിയിൽ മടക്കി വെക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. ഏകദേശം ഒരു കൂട് പോലത്തെ രൂപത്തിലായിട്ടുള്ളത്. ഇതുപയോഗിച്ചാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ മാങ്ങ അതെല്ലാം പറിക്കാൻ സാധിക്കും. എടുത്ത് വെച്ച് പൈപ്പ് നമ്മൾ ഈ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു കൂട് പോലെ ആക്കിയത് ഇതിനുള്ളിൽ കൂടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പൈപ്പ് ഇതുപോലെ ഇതിൽ കൂടി കയറ്റി കൊടുക്കണം. ഈ രീതിയിൽ ഇതാണ് നമ്മൾ ഇതിൽ ടൈറ്റ് ചെയ്ത് ഇവിടെയാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത്. ഇനി അടുത്തായി ഇതിന് ഉക്കിട്ട് കൊടുക്കാം. നമ്മൾ ഇങ്ങനത്തെ ഒരു ഉക്ക് എടുത്തിട്ടുണ്ട്. ഈ ഉക്ക് ഇതിലേക്ക് ഈ രീതിയിൽ ടൈറ്റ് ആക്കി നല്ല പോലെ ഫിക്സാക്കി കൊടുക്കണം. കാക്കയ്ക്ക് എടുത്തോ. ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതുകൊണ്ടാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇതിലൂടെ നമ്മൾ പാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ മാങ്ങ മറ്റു വസ്തുക്കൾ നമുക്ക് ഇത് ഉപയോഗിച്ച് പറിക്കാൻ സാധിക്കും. ഇത് നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു നെറ്റ് ഉപയോഗിച്ചൊരു കൂട് നിർമ്മിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിർമ്മിച്ച് നോക്കാവുന്നതാണ്. വീഡിയോ തുടർന്ന് കാണുക. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ഇതോടെ ടൈറ്റാക്കി കെട്ടി കൊടുക്കണം. അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈ കമ്പി കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ ഇതുപോലെ നന്നായി കെട്ടിയതിന് ശേഷം
നമുക്ക് ഈ രീതിയിൽ ഇത് ഫിക്സ് ആക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സെൻറ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഉടക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായി നമ്മൾ ഇതിൻ്റെ മേൽഭാഗം ഈ രീതിയിൽ കെട്ടി കൊടുക്കണം. നമ്മൾ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഹുക്കിൻ്റെ ഭാഗം ഈ രീതിയിലായിരിക്കണം. ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിരിക്കണം ഈ ഹുക്കിൻ്റെ ഇത് നിൽക്കേണ്ടത്. ഈ രീതിയിൽ ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇതുപോലെ തന്നെ നമ്മൾ കെട്ടി കൊടുക്കണം. ഇനി കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഇത് നമ്മൾ പറിക്കുമ്പോൾ യഥാർത്ഥ സ്പോട്ടിൽ തന്നെ ഈ ഇതിലേക്ക് വീഴുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഹുക്ക്. നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ കോഡ് സെറ്റ് ചെയ്തതുപോലെ ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറിക്കുന്ന ഘടകങ്ങളൊക്കെ, അതായത് മാങ്ങ പറിക്കുകയാണെങ്കിലോ പാഷൻ ഫ്രൂട്ട് പറിക്കുകയാണെങ്കിലോ ഒക്കെ ഇതിനുള്ളിലേക്ക് തന്നെ വെക്കും. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. നമുക്കിത് എങ്ങനെ പറിച്ചെടുക്കാമെന്ന് നോക്കാം. നമുക്കിതെങ്ങനെ പറിച്ചെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെ പാഷൻ ഫ്രൂട്ട് പറിക്കാമെന്ന് നോക്കാം. നമ്മൾ ഇതിനുപയോഗിച്ചിട്ടുള്ള ഒരു വടി എടുത്തിട്ടുണ്ട്. നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ വടിയിൽ ടൈറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഈ രീതിയിലായിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഇതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ദൂരി പോരാത്ത രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതങ്ങനെ പറിച്ചെടുക്കാൻ നോക്കാം. നമുക്ക് ഈ രീതിയിൽ ഇത് പറിച്ചെടുക്കാവുന്നതാണ്. പാഷൻ ഫ്രൂട്ട് ഏകദേശം പഴുത്ത് വരുന്നതേ ഉള്ളൂ. കിട്ടി. ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടില്ലേ നമ്മൾ പാഷൻ ഫ്രൂട്ട് പറിച്ചത്. ഇതാണ് ഈ തോട്ടിയുടെ പ്രത്യേകത. മറ്റു തോട്ടികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പറിക്കുമ്പോൾ നിലത്ത് വീണ് പോകും. നമ്മൾ പറിക്കാൻ ഉദ്ദേശിച്ച മാങ്ങയായാലും പാഷൻ ഫ്രൂട്ടായാലും അതുപോലെ തന്നെ പേരയ്ക്കായാലും എന്തും നിലത്ത് വീണ് പോകും. ഇങ്ങനത്തെ ഒരു കൂട് നിർമ്മിച്ച് നമ്മൾ ഒരു ഹൈടെക് രീതിയിൽ നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ, ഇതുപോലത്തെ ഹുക്കും മറ്റും ഉപയോഗിച്ച് നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിലത്ത് വീണ് പോകില്ല. ഇതുപോലെ ഈ കൂടിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചീത്തയാകാതെ നിലത്ത് വീഴാത്ത പാഷൻ ഫ്രൂട്ടായാലും ഇതുപോലത്തെ പാഷൻ ഫ്രൂട്ടും മാങ്ങ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഹൈടെക് തോട്ടി നിർമ്മിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മാസ്റ്റർ ടെക് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മാസ്റ്റർ ടെക്സ്.